ഹലോ, ഇന്നത്തെ വീഡിയോ നമ്മൾ ഓണാഘോഷത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്ന ഒരു ഓണാഘോഷ പരിപാടിയുടെ ഒരു അടിപൊളി വീഡിയോ ആണ്. നമ്മൾ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് നമ്മുടെ പൊന്നാനിയിലുള്ള ഗ്രോവിയൻ ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈവറ്റ് ഐലൻഡിലാണ് കേട്ടോ. കുറച്ച് പേർക്കൊക്കെ അറിയുന്ന ഒരു ഏരിയയാണിത്. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ ഇനി അടുത്ത സെലിബ്രേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് കണ്ടക്ട് ചെയ്ത് അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ എന്താ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് വഞ്ചിയിൽ ചെറിയൊരു ഡിസ്റ്റൻസിൽ പോയിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു ഐലൻഡിലേക്ക് എത്താൻ. അപ്പോൾ ഇത് എല്ലാവരും ഓണത്തിന് സ്പെഷ്യൽ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടാൽ അടിപൊളിയായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വഞ്ചിയിൽ കയറിയിട്ട് അപ്പുറത്തെ സൈഡിൽ പോവുകയാണ്. ഭയങ്കര രസമായിട്ട് ഇവർ ഓണായതുകൊണ്ട് തന്നെ ഇവിടെ ഫുൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സദ്യ പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഓർഡർ ചെയ്തിട്ട് അവിടേക്ക് എത്തിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഗ്രോവിയൻ ഐലൻഡിലെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അതായത് ഇവിടെ ഇങ്ങനെ ഓൺ ആയതുകൊണ്ട് തന്നെ അവർ ഫുൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ദിവസം സ്റ്റേ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ചെറിയൊരു ഏരിയയാണ്, പക്ഷേ ഭയങ്കര രസത്തിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതാ കുറേ പൂച്ചകളുണ്ട് കേട്ടോ. ചെറിയ കുട്ടികളും പിന്നെ കുറച്ച് വലിയ പൂച്ചകളും ഒക്കെ ഉണ്ട്. പിന്നെ അതുകൂടാതെ ചെറിയ ചെറിയ പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെ വന്നാൽ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അങ്ങനെ ഇതാ നമ്മൾ സദ്യ വിളമ്പി തുടങ്ങാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കട്ടെടുത്ത് പായസം കുടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ സദ്യ മൊത്തം നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് എല്ലാവരും കൂടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ സദ്യ വിളമ്പുന്ന ആ ഒരു ടൈമൊക്കെ ചെറിയ രീതിയിൽ പാട്ടൊക്കെ ഇട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ഇത് കുറേ ഐറ്റംസ് ഉണ്ട്. അത് കൂടാതെ 2 കൂട്ടം പായസം ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ കുറച്ച് നേരം. എല്ലാവരും കൂടി ഇതാ എത്ര അധികം ആൾക്കാർക്ക് കഴിക്കാനുള്ള ഒരു സ്ഥലം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. സദ്യ ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ ഇതാ സദ്യ കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാമെന്ന് കരുതി. കാരണം വെയിലൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മുടെ ഗെയിംസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് കൂടാതെ ഇവിടെ കയാക്കിങ്ങും അവർ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കയാക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇവിടെ വരണം, എന്തായാലും വന്ന് നോക്കണം. അത്ര രസമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പൂച്ചക്കുട്ടികളായിട്ടൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ കയാക്കിങ്ങിന് ഇറങ്ങി കേട്ടോ. അപ്പോൾ രണ്ടുപേര് ഇറങ്ങുന്ന രീതിയിലാണ് നമ്മൾ കയാക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര രസമായിരുന്നു. ഒരു ഹാഫ് ആൻ അവറോളം നമ്മൾ കയാക്കിങ് ചെയ്തിട്ടാണ് കേട്ടോ ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നത്. കയാക്കിങ്ങും കഴിഞ്ഞ് ഇനി അടുത്തത് നമ്മൾ ചെറിയൊരു ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൂക്കളം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൂടി അതിട്ട് പിന്നെ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത്, കാരണം വെളിച്ചൊക്കെ പോകുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നല്ല ഉഷാറ് പരിപാടിയായിരുന്നു. എല്ലാവരും നല്ല ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫാമിലി ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം പാട്ടൊക്കെ വെച്ച് ഗെയിംസിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന തിരക്കിലായിരുന്നു കേട്ടോ എല്ലാവരും. അപ്പോൾ വടംവലി പിന്നെ കസാരക്കളിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗെയിംസിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. അങ്ങനെ അതാ 2 ടീമായി നിന്ന് നല്ല വാശിയേറിയ വടംവലി മത്സരമായിരുന്നു കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ അത് കളിക്കുന്ന തിരക്കിലാണ്. അങ്ങനെ 3 റൗണ്ട് വടംവലി മത്സരത്തിനൊടുവിൽ ഞങ്ങളുടെ ടീമാണ് കേട്ടോ ജയിച്ചത്. അപ്പോൾ നല്ല രസമായിരുന്നു. നല്ല ഗെയിം സ്പിരിറ്റോട് കൂടിയിട്ട് എല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ ആക്ച്വലി. അങ്ങനെ
ഇതാ സൺസെറ്റിൻ്റെ ആ ഒരു ടൈമായപ്പോൾ ഭയങ്കര രസമുണ്ടല്ലേ ഇവിടെ കാണാൻ. നല്ല രസമുള്ളൊരു ഏരിയ തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ കസേരക്കളിയാണ് കളിച്ചത്. അങ്ങനെ വാശിയേറിയ മത്സരത്തിനൊടുവിൽ ജയിച്ചത് ആരാണെന്നുള്ളത് അറിയോ? നമ്മുടെ ഉമ്മച്ചി തന്നെയാണ് കേട്ടോ. ഉമ്മച്ചി എല്ലാവരും തോൽപ്പിച്ചിട്ട് ഈ ഒരു ഗെയിമിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൈസും കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞെങ്കിൽ അതൊന്നും ആരും തന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് അവസാനം നമ്മളൊരു ഹാഷിമിക്ക് പിന്നെ ഉമ്മച്ചിയും കൂടിയിട്ടായിരുന്നു മത്സരം. പക്ഷേ മത്സരത്തിൽ ജയിച്ചത് ഉമ്മച്ചിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതായിരുന്നു കലാശക്കുട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കൂടി കഥ പറഞ്ഞിരുന്നിട്ട് എല്ലാവരും പിരിഞ്ഞു പോയിട്ട് അപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഓണ സെലിബ്രേഷൻ ആയിരുന്നു ഇപ്രാവശ്യത്തേത് കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.